ഹായ് ഹലോ എൻ്റെ പേര് ഹാഷിം വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രാവൻകോട് ഷാപ്പ് എന്ന മൂവിയുടെ റൂമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ശ്രീരാജ് ശ്രീനിവാസൻ രചനയും സംവിധാനം നിർവഹിച്ച് അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത് വിഷ്ണു വിജയ് മ്യൂസിക് ആൻഡ് BGM, ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ് ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ ഗോകുൽദാസ്, എഡിറ്റിംഗ് ഷെഫീഖ് മുഹമ്മദ് അലി ആൻഡ് സിനിമാറ്റോഗ്രഫി ഷായിജു ഖാലിദ്, സമീർ സനീഷ് കോസ്റ്റ്യൂം. ഈ മൂവി കാണാനുള്ള മെയിൻ റീസൺ ഇവരൊക്കെയാണ്. എനിക്ക് ഈ മൂവിയുടെ ആദ്യം പറയും ടെക്നിക്കൽ സൈഡാണ്. ഒരു രക്ഷയിലായിരുന്നു, ഗംഭീരം. ആക്ച്വലി എൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിഷ്ണു ഗോവിന്ദാണ്. പുള്ളിയുടെ സൗണ്ട് ഡിസൈനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആക്ച്വലി 2002 മൂവി കണ്ട എല്ലാവർക്കും അറിയാം. അതുപോലെ റൈഫിൾ ക്ലബ്ബ് മൂവി ഒക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. കിഡ് സൗണ്ട് എക്സ്പീരിയൻസ്, നല്ലൊരു ഡോൾബി അറ്റ്മോസ്ഫിയർ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. മൂവി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ ഷായിജു ഖാലിദ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാമറമാനാണ് പുള്ളി. എക്സ്പെഷ്യലി ഇപ്പം ലാസ്റ്റ് വന്ന മൂവി എല്ലാവർക്കും അറിയാം, മഞ്ജുമൽ ബോയ്സ്. അതിലൊക്കെ പുള്ളിയുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയിലായിരുന്നു. ഇതിൽ അതുപോലെ തന്നെയാണ്. ഇതിൽ ഒരുപാട് നല്ല ഫ്രെയിംസ് ഉണ്ട്, നല്ല ഷോർട്സ് ഉണ്ട്, വൈഡ് ഷോട്ട് ഉണ്ട്, ക്ലോസ് ഷോട്ട് ഉണ്ട്, ലോങ് ഷോട്ട് ഉണ്ട്, ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സമീർ സനീഷിൻ്റെ കോസ്റ്റ്യൂംസ് അയ്യോ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. പുള്ളി ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പം ഭയങ്കര ഫേമസ് ആണ്. എക്സ്പെഷ്യലി ഇപ്പം സുരേഖ മാൻസൽ മൂവി, അതുപോലെ പ്രേമലിലൊക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. സോങ്സും സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ്. മൂവിയുടെ മെയിൻ റീസൺ, കാണാനുള്ള മെയിൻ റീസൺ വെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ അൻവർ റഷീദ് കമ്പനി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡയറക്ടറാണ് പുള്ളി. ഇപ്പോൾ സംവിധാനം ചെയ്യുന്നില്ല, ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി പുള്ളി ഡയറക്ഷൻ ചെയ്തൊരു മൂവി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. എസ്പെഷ്യലി ട്രാൻസ് എന്ന മൂവിക്ക് ശേഷം പുള്ളി തന്നെ ഒരു മൂവി ചെയ്തിട്ടില്ല. ചെയ്യുന്നുണ്ടൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പുള്ളി നല്ലൊരു മൂവിയായിട്ട് വരട്ടത് ആശംസിക്കുന്നു. പുള്ളി ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത മൂവി എല്ലാവർക്കും അറിയാം, ആവേശ മൂവി. അതിന് മുമ്പ് ചെയ്ത പറവ ഒക്കെ നല്ല ഹിറ്റായിരുന്നു. അതുപോലെ ട്രാൻസ് പുള്ളി തന്നെ ഡയറക്ഷൻ അതുപോലെ പ്രൊഡക്ഷൻ ചെയ്ത മൂവിയായിരുന്നു. മൂവിയിലേക്ക് വരാം. ഇതിൽ ബേസിൽ ചെയ്ത ക്യാരക്ടർ സന്തോഷ്. പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. ഒരു ഷാപ്പിൽ വെച്ചിട്ടൊരു മർഡർ നടക്കും സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ മർഡറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ബേസിൽ അയഞ്ഞാട്ടെന്ന് പറയാം. ഒരു രക്ഷയില്ല പുള്ളിയുടെ പെർഫോമൻസ്. ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫിലെ സീൻസാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല, സ്പോയിലർ കൊണ്ട് പറയുന്നില്ല. ഇതിൽ ഏറ്റവും നെട്ടിച്ചൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചാന്ദിനി ചെയ്ത ക്യാരക്ടർ, ചാന്ദിനി ശ്രീധർ ചെയ്ത ക്യാരക്ടർ. ഈ പുള്ളിക്കാരി വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരൻ മേക്ക് ഓവർ എക്സ്പെഷ്യലി അതിൻ്റെ വേറെ ലെവലിലാണ് പുള്ളിക്കാരി മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ബേസിലും ചാന്ദിനി തമ്മിലുള്ള കോമ്പിനേഷൻ ഇരുന്നുണ്ട്, വേറെ ലെവലായിരുന്നു. നല്ല ക്യാരക്ടർ പേര് വരുന്നത് മെറിൻഡ. ആ ക്യാരക്ടർ നല്ല നൈസ് പെർഫോമൻസ്. എക്സ്പെഷ്യലി ക്ലൈമാക്സിലുള്ള കുറച്ച് പോർഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു രക്ഷയിലായിരുന്നു. തിയേറ്ററിൽ വേറെ വൈബ് വരുന്ന സീൻസ്. അതുപോലെ ഇവർ വേറെ ഒന്നിട്ട് സീൻസ് ഇവർ വരുന്നുണ്ട് ബേസിലും ചാന്ദിനി തമ്മിൽ, അതൊക്കെ നൈസ്. അതുപോലെ സൗബിനും ചാന്ദിനി തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് കിട്ടുമായിരുന്നു. അതുപോലെ ഇതിൽ വേറെ ക്യാരക്ടറാണ് ശിവജിത്ത് ചെയ്ത ക്യാരക്ടർ, കൊമ്പൻ ബാപ്പു എന്ന ക്യാരക്ടർ. അയ്യോ പുള്ളി വേറെ വൈബായിരുന്നു. പക്ഷേ ആ ഫൈറ്റ്സിനൊക്കെ 2 ഫൈറ്റ് ഉണ്ടായിരുന്നു ഇതിലും, നല്ല രസമുള്ള ഫൈറ്റായിരുന്നു ഒക്കെ. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നതൊക്കെ വളരെ രസമായിട്ടുണ്ടായിരുന്നു. ഓരോ ആളുകൾ ചെയ്തിട്ട് ഷാപ്പിൽ വെച്ചിട്ട് വേട്ടം നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് വിറ്റ്നസ് ഉണ്ടാവും, ആളുകളുണ്ടാവും അവിടെ. അപ്പോൾ അവരെ ഓരോ ഇതിലാണ് ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. ഓരോരോ ക്യാരക്ടർ തന്നെ പറയും, ഇയാളെങ്ങനെ ആയിരുന്നു, ഇയാളെ പറ്റിയുള്ള നല്ലതും ചീത്തയും കാര്യങ്ങളൊക്കെ പറയും. ആണ് ഈ കഥ പോകുന്നത്. അതുപോലെ ചെമ്പൻ ചെയ്ത ക്യാരക്ടർ, സുനിൽ എന്ന ക്യാരക്ടർ നല്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് തന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പറഞ്ഞ കാര്യമുള്ളൂ പുള്ളിയുടെ റേഞ്ച് എന്താ നല്ല. അതുപോലെ സൗബിൻ നല്ല ക്യാരക്ടറായിരുന്നു. കണ്ണൻ എന്ന ക്യാരക്ടറാണ് സൗബിൻ ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. എക്സ്പെഷ്യലി ആ കാലിന് ഇതായിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ. നിങ്ങളുടെ ട്രയൽ കണ്ടാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഇതിൽ ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് മാർക്കോല ഫൈറ്റ് മാസ്റ്ററാണ്. രക്ഷയുടെ ഫൈറ്റായിരുന്നു. ആക്ച്വലി പുള്ളിയുടെ ഒരു ഇൻട്രോ ഉണ്ട്, ഇൻട്രോഗേഷനിൽ ഫൈറ്റ് ഉണ്ട്. അയ്യോ രക്ഷയുടെ ഫൈറ്റായിരുന്നു, സബരീഷൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ്. അതുപോലെ ഇതിൽ നിയാസ് ബക്കർ മരമായത്തിലൊക്കെ അഭിനയിച്ച പുള്ളി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത് എനിക്ക് ഒരുപാട് ഈ മൂവി വർക്കായിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. ഇതിൻ്റെ മെയിൻ കാണാനുള്ള റീസൺ ഇതിൻ്റെ ഷായിജു ഖാലിദ് ക്യാമറ. പുള്ളിയുടെ വേറെ എക്സ്പെഷ്യലി എൻ്റെ നൈറ്റ് ഷോട്ടൊക്കെ ഉണ്ട്, നല്ല രസമായിട്ടുണ്ട് നൈറ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെ. എഡിറ്റിങ് കുറച്ച് പറയണം. എക്സ്പെഷ്യലി ക്ലൈമാക്സിലൊരു ലാസ്റ്റ് 1/2 മണിക്കൂർ എഡിറ്റിംഗ് വേറെ രക്ഷയിലായിരുന്നു. ആ സീൻസ് എക്സ്പെഷ്യലി എൻ്റെ അതുപോലെ VFX ഇരിക്കുന്നത്. അതുപോലെ ഒരു സീൻ ഉണ്ട്, അതായത് ഞാൻ സ്പോയിലർ പറയുന്നില്ല. അതായത് ഒരു ബൈക്കിൽ
വരുമ്പോൾ അങ്ങനെ ഒരു ബസ് വന്ന് ഇടിക്കാൻ പോകുന്ന സീൻ, ആ സീൻസൊക്കെ അയ്യോ ആ സീനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തെന്നുള്ളൊരു ഇപ്പോഴും ഇതായിട്ട് തോന്നിക്കുന്നത്. നല്ല രസമായിരുന്നു ആ സീൻസൊക്കെ എടുത്തിരിക്കുന്നത്. അതുപോലെ ബേസിൽ ബൈക്കിലാണ് പോർഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രസമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്ന സീന് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് നല്ല നല്ല സീൻസ് ഉണ്ട് അതിൽ, ചിരിക്കാൻ കുറച്ച് സീൻസ് ഉണ്ട്. ഒരു ബ്ലാക്ക് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ ഓരോ ക്യാരക്ടർ അതുപോലെ ഇതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തോന്നിയിരിക്കുന്നത് രസമായിട്ടുണ്ട്. അതുപോലെ പോലീസ് സ്റ്റേഷനുള്ള ചെറിയൊരു ഫൈറ്റ് മാതിരി സംഭവം ഉണ്ട്, അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മൂവിയിൽ എടുത്തു പറയേണ്ട രണ്ടാമത്തെ കാര്യം എൻ്റെ ഡയറക്ഷനാണ്. ശ്രീനിവാസൻ പുള്ളിയെ പറയുന്നത് എനിക്കിത് സൈൻ ഓഫ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി പുള്ളിയുടെ ഡയറക്ഷൻ മേക്കിംഗ് ഒരു ആക്ച്വലി ഓരോ ഷോർട്സുകളൊക്കെ പുള്ളി ചെയ്തിരിക്കുന്നത്. ഷാജുഖാൻ എന്നാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, പക്ഷേ പുള്ളിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ആംഗിൾ ഈ ആരോ ആക്ട് പെർഫോം ചെയ്യുമ്പോഴുള്ള ഓരോ ആംഗിളും കാര്യങ്ങളൊക്കെ അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഞാൻ 2 വർഷം മുമ്പ് ഒരു തൂമ്പ എന്ന് പറഞ്ഞൊരു മൂവി ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ഷോർട്ട് ഫിലിം എനിക്ക് സജസ്റ്റ് ചെയ്തത്. എനിക്ക് എൻ്റെ ദുബായിലുള്ളൊരു ഫ്രണ്ടായിരുന്നു, കണ്ട അവനെല്ലാം ഷോർട്ട് ഫിലിം കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എൻ്റെ അൻവർ റഷീദ് പോലൊരു ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. പുള്ളി ഒരു തൂമ്പ പോലൊരു ഷോർട്ട് ഫിലിം ചെയ്തൊരു വ്യക്തിയെ കൊണ്ട് ഒരു വലിയൊരു ബിഗ് സ്ക്രീനിലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി അൻവർ റഷീദ് എന്ന ഡയറക്ടറോട്. എസ്പെഷ്യലി ഇതുപോലെ നല്ല നല്ല ഷോർട്ട് ഫിലിം ചെയ്യുന്ന വ്യക്തികൾ, ഡയറക്ഷൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അഭിനയിക്കുന്ന ആളുകളായിരിക്കാം, അവർക്കൊക്കെ നല്ലൊരു പ്രചോദനമാകട്ടെ ഈ മൂവിയെന്ന് ഞാൻ ആശംസിക്കുന്നു. എസ്പെഷ്യലി എൻ്റെ ഡയറക്ഷൻ എനിക്ക് പുള്ളി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻ ഓരോ ഷോർട്സും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിരിക്കുന്നത് എനിക്ക് നല്ലൊരു പ്രചോദനം ചെയ്തിരിക്കുന്ന സംഭവം. അതിൻ്റെ VFX വർക്കൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താ പറയുക, ഷാപ്പും സാധനം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ഷാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെമിനാർ സനിഷ കോസ്റ്റ്യൂംസ് എടുത്തു പറയേണ്ടതാണ്. ഓരോ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത് നല്ല ഇതായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെമിനാർ സനിഷിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളിക്കാരുടെ റേഞ്ചിൽ നിന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഡിസൈനറാണ് സെമിനാർ സനിഷ. അതുപോലെ മഷാർ ഹംസ എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈനറുണ്ട്, വർത്തലിലൊക്കെ ചെയ്താണ്. ഫഹദ് ഫാസിലിൻ്റെ ഒട്ടുമിക്ക മൂവീസിന് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്, നല്ലതായിരുന്നു. അതുപോലെ ഇതിൽ എക്സ്പെഷ്യലി തല്ലുമാല മൂവി, ഞാൻ ഈ പ്രാവിൻകോട് ഷാപ്പിൻ്റെ റിവ്യൂ ഞാൻ ഇവകല്ല ഞാൻ പറഞ്ഞപ്പോൾ വന്നു പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.